എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു അടിപൊളി ഓഫീസ് നെറ്റ്വർക്ക് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. അതായത് ഡിഫറൻറ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വിർച്വൽ ലാൻ ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു ACL റൂളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് ഒരു നെറ്റ്വർക്ക് എങ്ങനെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് സെറ്റപ്പ് ചെയ്യാമെന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അതിനകത്തുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിച്ചു വന്നു. ഇതിലെ ആക്സസ് കൺട്രോൾ ലിസ്റ്റ് ACL വെച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു നെറ്റ്വർക്കിനെ സുരക്ഷിതമാക്കാം എന്നുള്ള കാര്യമാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും അതുപോലെ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ പല പല ഡിപ്പാർട്ട്മെൻറ്റൊക്കെ തിരിച്ചുകൊണ്ട് സ്വിച്ചിനകത്ത് ഡിഫറൻറ്റ് പ്രൊഫൈൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് അന്ന് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ നെക്സ സിസ്റ്റം എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ആ ഒരു മെയിൻ കൺട്രോൾ പാനലാണ് ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്നത്. ഒമാഡ കൺട്രോൾ പാനൽ അത് ക്ലൗഡ് വഴിയാണ് ആക്സസ് ചെയ്യുന്നത് കേട്ടോ. കാരണം എനിക്കിവിടെ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ലാനിലാണ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഞാനിവിടെ വെച്ചിരിക്കുന്ന ഡിവൈസുകളെ പറ്റിയൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ ഡിവൈസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതുണ്ട്, ഒരു സ്വിച്ച് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ആക്സസ് പോയിൻ്റ് ഉണ്ട്, പിന്നെ അതുപോലെ ER605 ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വയർലെസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്കുകൾ ഇവിടെ അവൈലബിൾ ആണ്. അത് നെക്സ ബീറ്റ, നെക്സ ആൽഫ, നെക്സ അഡ്മിൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ലാൻ നെറ്റ്വർക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഡിഫറൻറ്റ് ലാൻ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ അഡ്മിൻ ലാനും ആൽഫ ലാനും ബീറ്റ ലാനും ഡീഫോൾട്ട് എന്നൊക്കെ പറഞ്ഞ് ഡിഫറൻറ്റ് ലാൻ ഉണ്ട്. ഇതിൽ ഡീഫോൾട്ട് എന്ന് പറയുന്നത് ഇവിടെ ഡീഫോൾട്ടായിട്ട് ക്രിയേറ്റ് ആകുന്ന ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് തന്നെയാണ്. ബാക്കി 3 ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടും ഉണ്ടായിരുന്നതാണ്. ഡിഫറൻറ്റ് ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതും അതിന് എഗെയിൻസ്റ്റ് നമുക്ക് ഡിഫറൻറ്റ് VLAN കൊടുക്കുന്നതും. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലാസ്സുമായിട്ട് ഇതിന് ബന്ധമുള്ളതുകൊണ്ട് ഞാൻ ഇതിനെ ഒന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അതായത് നമ്മളിവിടെ ചെയ്തേക്കണ ബീറ്റ ലാൻ എന്ന് പറയുന്നത് 20 ഡോട്ട് റേഞ്ചിൽ വരുന്ന ഒരു നെറ്റ്വർക്കാണ്. അതിന് നമ്മൾ കൊടുത്തേക്കുന്ന VLAN ID 20 ആണ്. അതേപോലെ ആൽഫ ലാൻ എന്ന് പറയുന്നത് 10 ഡോട്ട് റേഞ്ചിൽ വരുന്ന ഒരു നെറ്റ്വർക്കാണ്. അതിന് VLAN ID 10 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി അഡ്മിൻ എന്ന് പറയുന്നത് അതിന് 30 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു സബ്നെറ്റ് എന്ന് പറയുന്നത്. VLAN ID 30 തന്നെയാണ്. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക്, നമ്മുടെ VLAN ID ഇതെല്ലാം ഞാൻ ഒരേപോലെ കൊടുത്തേക്കണം. 30 VLAN ID കൊടുക്കണമെങ്കിൽ സബ് നെറ്റ്വർക്ക് വരുന്നത് 30 തന്നെയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ ഈ ഒരു ഓഫീസിൽ ഞാൻ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജെൻസിന്, അതായത് ടെക്നീഷ്യന്മാർ പുറത്തേക്ക് പോണവർക്ക് ഞാനിവിടെ ആൽഫ എന്ന് പറയുന്ന നെറ്റ്വർക്കാണ് കൊടുക്കുന്നത്. അവർക്ക് ഇവിടെ ഞാൻ ഫ്രീ ആയിട്ട് വൈഫൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് 10 ഡോട്ട് റേഞ്ചിലാണ് അവരുടെ വൈഫൈ പോണത്. അതേപോലെ ഈ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന ലേഡീസ് സ്റ്റാഫ്സിന് വരുന്ന നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ബീറ്റ എന്ന് പറഞ്ഞ ഈ ഒരു ലാൻ നെറ്റ്വർക്കാണ്. അവിടെ 20 റേഞ്ചിലാണ് അവർക്ക് IP പോകുന്നത്. അത് അവരുടെ മൊബൈലിലേക്കാണെങ്കിലും അവർ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പിലാണെങ്കിലും കമ്പ്യൂട്ടറിലാണെങ്കിലൊക്കെ ഈ 20 റേഞ്ചിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് സെറ്റപ്പ് ചെയ്യണം എന്നുള്ള കാര്യം ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി പോണത് ഈ ആൽഫ നെറ്റ്വർക്കിലുള്ള ആൾക്കാർക്ക്, അതായത് 10 ഡോട്ട് റേഞ്ചിൽ വരുന്ന ആളുകൾക്ക് നമ്മുടെ അഡ്മിൻ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാതിരിക്കാനുള്ള ഒരു കാര്യം ഞാൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം അതിന് ആക്സസ് ഉണ്ടോ എന്ന് നിങ്ങളെ കാണിച്ചു തരണമല്ലോ. അപ്പോൾ ഞാൻ ഈ നെറ്റ്വർക്ക് കേബിൾ അങ്ങോട്ട് ഊരാൻ വേണ്ടി പോവുകയാണ്. അത് എന്തിനാന്ന് വെച്ചാൽ, ഞാൻ നെറ്റ്വർക്ക് കേബിൾ കുത്തി വയ്ക്കുന്ന സമയത്ത് എൻ്റെ IP അഡ്രസ്സ് ഒരു 0 ഡോട്ട് റേഞ്ചിലായിരിക്കും നിൽക്കുന്നത്. കാരണം ഇതിവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ലാൻ നെറ്റ്വർക്കിലാണുള്ളത്. അപ്പം ഞാൻ അതിൻ്റെ IP എനിക്ക് എത്ര ഇപ്പം കിട്ടിയേക്കണം ഞാൻ നിങ്ങളത് കാണിച്ചു തരാം. IP കോൺഫിഗ് എന്ന് അടിക്കുക. അന്നേരം നമുക്കിവിടെ കാണാൻ പറ്റും, കണ്ടോ, 0 ഡോട്ട് റേഞ്ചിലാണ്. അപ്പം ഞാനിപ്പോൾ ലാൻ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ഡീഫോൾട്ട് നെറ്റ്വർക്കിലാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ ലാൻ അങ്ങോട്ട് ഊരാൻ വേണ്ടി പോവുകയാണ്. അപ്പം ലാൻ ഊരി, കേബിൾ ഊരിക്കളഞ്ഞു. ഇനി ഞാൻ വൈഫൈ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. അതായത് നമ്മുടെ ആൽഫ നെറ്റ്വർക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടി പോകണം. ആൽഫ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഞാനിവിടെയുള്ള നമ്മുടെ ടെക്നീഷ്യന്മാരെ പോലെ അല്ലെങ്കിൽ അവരുടെ നെറ്റ്വർക്കാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നെക്സ ആൽഫ എന്നുള്ള വൈഫൈയിലേക്ക് ഞാൻ കണക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഏത് റേഞ്ചിലുള്ള IP ആയിരിക്കും കിട്ടുന്നത്? നെക്സ ആൽഫയിൽ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ ഒരു 10 ഡോട്ട് റേഞ്ച് IP ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്രയാണ് IP കിട്ടിയേക്കണേന്ന്. കണ്ടോ, 10.2 ആണ് എനിക്ക് കിട്ടിയേക്കണ IP. ഇനി ഞാൻ ഇവിടെ ഇരിക്കുന്ന ഒരു സിസ്റ്റവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ ഇവിടെ എനിക്കൊരു ലാപ്ടോപ്പ് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിവിടെ ക്ലയൻസ് എന്നുള്ള ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് ഓരോ PC കൾക്കും കിട്ടിയേക്കണ IP കാണാൻ പറ്റുമല്ലോ എത്രയാണെന്നുള്ളത്. വയർലെസ്. അപ്പോൾ ഇത് ഞാനിവിടെ വയർലെസ് ആയിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. മാക്കാണ്. ആ മാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് 30.4 നിൽക്കുന്നത് കേട്ടോ. കണ്ടോ, അത് കണക്ട് ചെയ്തേക്കണ
വൈഫൈ ഏതാ നോക്കിക്കേ, നെക്സ അഡ്മിൻ എന്നുള്ളതിലാണ് നിൽക്കുന്നത്. അപ്പം നെക്സ അഡ്മിനിൽ ഞാനിവിടെ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞല്ലോ ഏതായിരിക്കും, അത് 30 ഡോട്ട് റേഞ്ചിലായിരിക്കും നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പിങ് ചെയ്ത് നോക്കിയാലോ, അതിലേക്ക് പിങ് ആവുന്നുണ്ടോയെന്ന്. അതായത് ഇപ്പം നമ്മുടെ ഈ ഒരു ഇൻ്റർനെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 ഡോട്ട് റേഞ്ചിലാട്ടോ നിൽക്കുന്നത്. നമ്മൾ 30ലേക്ക് പിങ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ. പറ്റുമെന്ന് നോക്കാം. അത് എത്ര, 30.4 അല്ലായിരുന്നു, മാക്കിൽ നിന്ന് എഴുതിയാണ് 30.4. അപ്പോൾ അതേ ഇവിടെ പിങ് ആക്കാൻ വേണ്ടി പോവുകയാണ്. PING സ്പേസ് 192.168.30.4. ഒരു വരയിട്ട് വെച്ച് രണ്ട് പിങ് ആകുന്നുണ്ട്. അപ്പോൾ അതായത് ഒരു സാധാരണ യൂസർ അല്ലെങ്കിൽ ഒരു സ്റ്റാഫ് ഇവിടെ ഇരിക്കുന്നത് അവർ ഇൻ്റർനെറ്റ് അവരുടെ ലാപ്ടോപ്പിലൂടെ എടുക്കുന്ന സമയത്ത് അവർക്ക് നമ്മുടെ അഡ്മിൻ നെറ്റ്വർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നു, അഡ്മിൻ നെറ്റ്വർക്കിലേക്ക് ആക്സസ് ഉണ്ടെന്ന്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനകത്തൊരു ഇൻസെക്യൂരിറ്റി ഇല്ലേ? അവരെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഡിഫറെൻറ്റ് നെറ്റ്വർക്കിലേക്ക് മാറ്റിയത്? കുറച്ച് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം അവർക്ക് ഇങ്ങോട്ടേക്ക് പിങ് ആകുന്നുണ്ട്. അതായത് ബൈ ഡീഫോൾട്ട് ER605 ആണെങ്കിലും ER7206 എന്ന് പറഞ്ഞ നമ്മുടെ ഒമാഡ ഗേറ്റ് വേ ആണെങ്കിലും, അതായത് ഏത് VPN റൗട്ടർ യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാലും TP-Linkൽ ബൈ ഡീഫോൾട്ട് ഈ ഒരു ഇൻ്റർ VLAN റൗട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഒരു VLAN മറ്റൊരു VLANുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് ബൈ ഡീഫോൾട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതായത് അതുകൊണ്ടാണ് നമുക്ക് ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ നിന്ന് നമ്മൾ സാധാരണ ഒരു ക്യാമറയും ഒരു കമ്പ്യൂട്ടറും വെച്ചിട്ട് ഇങ്ങനെ പിങ് അടിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് IP റേഞ്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും പിങ് ആവത്തില്ല അല്ലേ? ഒരു റൗട്ടർ ഉണ്ടെങ്കിൽ മാത്രമാണ് അത് പിങ് ആവുള്ളൂ. അപ്പോൾ ഇവിടുത്തെ കേസിനകത്ത് ഈ ഡിഫറെൻറ്റ് LAN ആണെങ്കിൽ പോലും ഇവർ തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടെന്ന് അർത്ഥം. അതായത് ഇപ്പുറത്തിരിക്കുന്ന ഈ ഒരു ഡിവൈസിനകത്ത് ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഇവനെ എടുക്കാൻ പറ്റും. അതായത് ഇവിടെ ഇരിക്കുന്ന ഒരു പ്രിൻ്റർ വേണമെങ്കിൽ ഇവന് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ACL റൂൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വേണ്ടി പോകണം കേട്ടോ, എങ്ങനെ ACL റൂൾ ചെയ്യാം. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു 30 റേഞ്ചിലേക്ക് നമുക്ക് കോൺടാക്റ്റ് ഉണ്ടാകരുത് എന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം നിങ്ങളെ ഇവിടെ ഒരു പിങ് ഞാൻ കൊടുത്തിട്ടേക്കാം. ഇത് കണ്ടോ, ഇതിപ്പോൾ ഞാൻ കണ്ടിന്യൂസ് പിങ്ങിങ് കൊടുക്കാൻ വേണ്ടി പോകണം. കണ്ടിന്യൂസ് പിങ് എന്ന് വെച്ചാൽ സ്പേസ് ഇട്ട് -t എന്ന് അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിങ് ആയിക്കൊണ്ടിരിക്കും അല്ലേ? അങ്ങനെ പിങ് ആയിക്കൊണ്ടിരിക്കട്ടെ. നമ്മളിപ്പോൾ അത് ആ നെറ്റ്വർക്കിലോട്ടുള്ള പിങ് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ സെറ്റിങ്സിൽ പോകാം. സെറ്റിങ്സിൽ പോയിട്ട് ഇവിടെ ACL എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾ കണ്ടോ, ആക്സസ് കൺട്രോൾ ലിസ്റ്റ്, അതെടുക്കുക. ACL നമുക്ക് 3 റൂളുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഗേറ്റ് വേ ACL, സ്വിച്ച് ACL, EAP ACL. ഗേറ്റ് വേ ACL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്കവാറും നമ്മൾ ചെയ്യാറുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാഫിക്ക് ഈ ഗേറ്റ് വേ കടന്ന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ്. അതേസമയം സ്വിച്ച് ACL നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് പോകാനല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കൺട്രോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കണമെങ്കിൽ അത് കൊടുക്കാം. ഇനി EAP ACL എന്ന് പറഞ്ഞാൽ ആക്സസ് പോയിന്റ് ബേസ്ഡ് ആയിട്ടുള്ള ACL റൂളാണ്. അത് നമ്മുടെ ആ വൈഫൈ നെറ്റ്വർക്കിൻ്റെ അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതായത് ആ EAP-യിലാണ് അപ്ലൈ ആകുന്നത്. അപ്പോൾ ഞാൻ സ്വിച്ച് ACL കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ക്രിയേറ്റ് ന്യൂ റൂള് കൊടുക്കുന്നു. അതിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് ഡിനൈ. ഞാൻ ആൽഫേനെയാണ് ഡിനൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആൽഫ ടു ഓൾ _ നെറ്റ്വർക്ക്. മറ്റുള്ള നെറ്റ്വർക്കിലേക്കുള്ള ആക്സസ് ഡിനൈ ചെയ്യുന്നു. ഇവിടെ ഡിനൈ എന്ന് കൊടുക്കാം. പ്രോട്ടോകോൾ നമ്മൾ ഓൾന്ന് കൊടുക്കാം. അതിനുശേഷം ഇവിടെ സോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്കാണ്. അത് നമ്മുടെ ഏത് നെറ്റ്വർക്കാണെന്ന് സെലക്ട് ചെയ്യാം. നമ്മുടെ ആൽഫ നെറ്റ്വർക്കിനെയാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നിട്ട് നമ്മൾ ഡെസ്റ്റിനേഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് നെറ്റ്വർക്ക് തന്നെ കൊടുക്കാം. എന്നിട്ട് നമുക്ക് പറയാം അത് എങ്ങോട്ടൊക്കെയാണ് നമുക്ക് വേണ്ടാത്തത്. ഡീഫോൾട്ട് നെറ്റ്വർക്കിലേക്ക് വേണ്ട, ബീറ്റ നെറ്റ്വർക്കിലേക്ക് വേണ്ട, അഡ്മിൻ നെറ്റ്വർക്കിലേക്ക് വേണ്ട, അവർ ആൽഫയിലേക്ക് മാത്രം മതിയെന്ന്. എന്നിട്ട് ഇവിടെ ക്രിയേറ്റ് എന്ന് കൊടുക്കാം. ഇപ്പം ഞാൻ ആ റൂൾ അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്താ സംഭവിക്കണം നോക്കിക്കും. റൂള് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പിങ് എന്ന് പറയുന്ന സംഗതി ഇത് കണ്ടോ, റിക്വസ്റ്റ് ടൈംഡ് ഔട്ട്. ഇനിയിപ്പോൾ കണക്ഷൻ ഉണ്ടാവത്തില്ല കണ്ടോ. ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റോപ്പായി. അതായത് ഇവർ തമ്മിലുണ്ടായിരുന്ന ആ ഒരു കമ്മ്യൂണിക്കേഷൻ പോയി. അതായത് ഇപ്പോൾ അവർ ഐസൊലേറ്റഡ് ആയി മാറി, അവരൊറ്റപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്തെങ്കിൽ മാത്രമാണ് ഒരു നെറ്റ്വർക്കിൽ നമുക്ക് സുരക്ഷിതത്വം കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒരു ആക്സസ് കൺട്രോൾ റൂളൊന്നും ക്രിയേറ്റ് ചെയ്യാതെ ഇങ്ങനെ ഡിഫറൻറ്റ് VLAN ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണം നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നില്ല കണ്ടോ. ഇനി നമ്മളിത് ഇവിടെ ഈ ഒരു സംഗതി ഇപ്പോൾ വേണ്ട, ഇങ്ങനെയൊന്നും വേണ്ടാന്ന് ഇനി പറയുവാണ്. നമുക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഡിസേബിളിന് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ പിങ് ഡയറക്ട്ലി. നോക്കാം ആ റൂള് കണ്ടോ, നമ്മൾ ഡിസേബിൾ ചെയ്ത സമയത്ത് കണ്ടോ. അതായത് ജസ്റ്റ് ഒറ്റ ഒരു ടോഗിൾ സ്വിച്ച് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ഈ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ അത് ഡിസേബിൾ ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ACL റൂൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.